കൊട്ടിക്കലാശമാണ്. രാവിലെ മുതൽ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ കളം നിറയുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥി പി വി അൻവറും പ്രതിപക്ഷ നേതാവ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. വന്യജീവി ആക്രമണവും പെൻഷൻ വിവാദവും ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണവും എല്ലാം നിലമ്പൂരിനെ ചൂടുപിടിപ്പിച്ച തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായിരുന്നു. നമുക്കൊപ്പം നിലമ്പൂരിൽ നിന്ന് TG സജിത്തും VV അരുണും ഒപ്പം CV അനുമോദും ചേരുന്നു. ആദ്യം സജിത്തിലേക്ക്. സജിത്ത്, 23 ദിവസത്തെ പ്രചാരണത്തിൽ 23-ലേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് നിലമ്പൂരിൽ. അത് ഇപ്പോൾ എത്തി നിൽക്കുമ്പോൾ പഴയ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിലെ LDF സ്ഥാനാർത്ഥിയുടെ സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ ഏത് തരത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളത് 23 ദിവസങ്ങൾക്ക് മുമ്പുള്ള ചിത്രമല്ല നിലമ്പൂരിൽ എന്നത് വ്യക്തമാണ്. കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിലാണ് ആ പൾസ് വിലയിരുത്തേണ്ടത്? കൊട്ടിക്കലാശം ഇന്ന് നിലമ്പൂരിന്റെ ഏറ്റവും ആവേശകരമായ രാഷ്ട്രീയ പോരിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാന ദിവസമാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ അതിന്റെ ഒരു ആംബിയൻസ് പൊതുവിൽ നിലമ്പൂരിലെ മണ്ഡല പ്രദേശങ്ങളിലെല്ലാം സജീവമാണ്. ഞാൻ നിൽക്കുന്നത് UDF ക്യാമ്പിലാണ്. UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ UDF നേതാക്കളെല്ലാം ഒന്നിച്ചു ചേരുകയാണ്. പ്രധാനമായും ഈ അവസാന ലാപ്പിലെ തയ്യാറെടുപ്പുകൾ, സാഹചര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ അടക്കമുണ്ട്. ഇവിടെ മലപ്പുറം DCC പ്രസിഡന്റ് ജോയ് നമുക്കൊപ്പം ചേരുകയാണ്. ഒരു ഭൂരിപക്ഷ പ്രവചനത്തിന് ഈ അവസാന ലാപ്പിൽ തയ്യാറാവുന്നുണ്ടോ? ഭൂരിപക്ഷം പ്രവചിക്കാനായിട്ടില്ല. കാരണം ഞങ്ങളുടെ ആത്മവിശ്വാസം ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ആകാശത്തോളം ഉയരുകയാണ്. ഓരോ നിമിഷവും ഓരോ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ബൂത്തിലേക്ക് അടുക്കും തോറും ഞങ്ങൾക്ക് അനുകൂലമായി രാഷ്ട്രീയ കാലാവസ്ഥ കൂടുതൽ അനുകൂലമായി വരികയാണ്. വളരെ മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തിലേക്ക് കുത്തനെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭൂരിപക്ഷം പ്രവചനാതീതമായ രീതിയിൽ ഉയരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. PV അൻവർ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രചരണം ആരംഭിച്ചയാളാണ്. അൻവറിന്റെ വോട്ടുകൾ നിങ്ങളുടെ വോട്ടുകൾ ചോർത്തുമോ എന്ന പ്രതീക്ഷ കൂടിയാണ്. അൻവർ 9 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലവും അദ്ദേഹത്തിന്റെ ബന്ധങ്ങളൊക്കെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനവും ആ മേഖലയുമായി കേന്ദ്രീകരിച്ചാണ്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് ബാങ്കിനെ നെടുകെ പിളർത്താൻ ശ്രീ PV അൻവറിന് സാധിക്കും. ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നെഗറ്റീവ് വോട്ടുകൾ രണ്ടായി വിഭജിക്കപ്പെടുകയും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രവചനാതീതമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് UDF ക്യാമ്പ്, കോൺഗ്രസ് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. അൻവർ സ്വാധീന ശക്തിയാവില്ല എന്നവർ പരസ്യമായി പറയുന്നു. അത് അൻവർ വോട്ട് പിളർത്തുക ഇടതു ക്യാമ്പിന്റേതാവും എന്ന പ്രതീക്ഷ UDF പരസ്യമായി സമ്മതിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് അൻവർ വോട്ടുകൾ ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല എന്നത് വസ്തുതയാണ്. UDFനെ സംബന്ധിച്ച് അത്തരം വെല്ലുവിളികൾ അവർക്ക് മുന്നിലുണ്ട്. താനും ആ കണക്കെടുപ്പിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രിയിലടക്കം കാഴ്ച നമ്മൾ കണ്ടതാണ്. VV പ്രകാശിന്റെ വീട്ടിലേക്ക് ഇടതു സ്ഥാനാർത്ഥിയെത്തി കോൺഗ്രസിനകത്തൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ ഇടതു ക്യാമ്പ് നടത്തിയ ശ്രമങ്ങളെ എങ്ങനെ കോൺഗ്രസ് പ്രതിരോധിക്കുമെന്നതും പ്രസക്തമാണ്. അല്പം മുമ്പ് KPCC പ്രസിഡന്റ് അടക്കം വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അത് തങ്ങളെ സ്വാധീനിക്കില്ല എന്ന് അവർ പറയുന്നു. പക്ഷേ അല്പസമയത്തിനുള്ളിൽ VD സതീശൻ പ്രതിപക്ഷ നേതാവും അടക്കമുള്ള UDF നേതാക്കൾ എത്തി ഇതുവരെയുള്ള മണ്ഡലത്തിന്റെ പൊതുചിത്രം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും നിലമ്പൂർ ആവേശം അത് കൊട്ടിക്കലാശിക്കുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ തരംഗം എന്താണ്, അവസാനവട്ട പ്രതീക്ഷകൾ എന്തെന്നും വലിയ വെല്ലുവിളിയാണ്. ഒരു വെല്ലുവിളി കൂടി ഒരുപക്ഷെ എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളെ കാത്തിരിപ്പുണ്ട്. അത് കാലാവസ്ഥയാണ്. കാരണം നാളെ ഈ പോളിംഗ് ദിവസം നാളെ കഴിഞ്ഞ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ്. അങ്ങനെയെങ്കിൽ വോട്ടർമാരെ അത് സ്വാധീനിക്കുമോ, പോളിംഗ് ശതമാനം കുറയ്ക്കുമോ, അങ്ങനെയെങ്കിൽ അത് ആർക്ക് വെല്ലുവിളി, ആർക്ക് നേട്ടമാകുമെന്ന പ്രസക്തമായ മറ്റൊരു രാഷ്ട്രീയ ചോദ്യം കൂടിയുണ്ട്. എന്തായാലും PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിലമ്പൂരിന്റെ ഇതുവരെ ഉണ്ടാവാത്ത രാഷ്ട്രീയ മുഖത്തെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യം, അതായത് 3 മുന്നണികൾക്കും വ്യത്യസ്തമായി 4മതൊരു സ്ഥാനാർത്ഥി കൂടി വന്നതോടുകൂടി അതെങ്ങനെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവശേഷിക്കുന്നു. അതിനെ മറികടന്ന് ജയിക്കുമെന്ന് UDF അവകാശപ്പെടുകയും ചെയ്തു. TG സജിത്ത് UDF ഓഫീസിൽ നിന്നാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോൾ PV അൻവർ അല്പം മുമ്പ് ജിഫ്രി മുത്തുകോയ തങ്ങളും സന്ദർശിക്കുകയും ചെയ്തിരുന്നു. CV അനുമോദ് നമുക്കൊപ്പം ചേരുകയാണ്. അനുമോദ്, ഇതിനിടയിൽ ഈ കൊട്ടിക്കലാശം നടക്കുന്നതിനിടയിൽ നിർണായക ചില കൂടിക്കാഴ്ചകളൊക്കെ PV അൻവർ നടത്തുന്നു എന്നുള്ള ചില വിവരങ്ങൾ കൂടി ഇതിനകത്ത് വരികയാണോ? 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ അപ്പുറത്തേക്ക് അൻവർ പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതിൽ തർക്കമില്ല. അതിനിടയിൽ അൻവർ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ കൂടിയായി ഇത്തരം കൂടിക്കാഴ്ചകളെ വ്യാഖ്യാനിക്കണോ? എന്താണ് അവിടെ നിന്നുള്ള വിവരം?
അപർണ, പ്രചരണം അവസാനിക്കാൻ, പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും അൻവറിന്റെ പ്രചരണത്തിലെ സസ്പെൻസുകൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്നലെ രാത്രി കൊട്ടിക്കലാശം വേണ്ട, അതിന് പകരം നമ്മൾ ആ സമയം കൂടി വീട് കയറി ഇറങ്ങി വോട്ട് ചോദിക്കുമെന്നായിരുന്നു അൻവറിന്റെ ഫേസ്ബുക്കിലൂടെയുള്ള ആഹ്വാനം. അതിനുശേഷം ഇന്ന് രാവിലെ അദ്ദേഹത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം അദ്ദേഹത്തിന്റെ ഒപ്പമുള്ളവർ തന്നെ അറിയുന്നു. തുടർന്നാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു. ഇന്നും അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം 10:30 നിശ്ചയിച്ചതായിരുന്നു. പക്ഷെ അത് അനിശ്ചിതമായി മാറ്റിയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് മുൻപ് അറിയിക്കാം, എവിടെ എപ്പോൾ എന്നത് അറിയിക്കാമെന്നാണ് അൻവറിന്റെ ക്യാമ്പ് പറയുന്നത്. അതായത് തുടക്കം മുതൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക സ്വാധീനമാകുന്ന PV അൻവറിന്റെ നടപടികൾ അത് അല്പം സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു. അതേ അവസ്ഥ തന്നെയാണ് ഇന്നും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായിരിക്കാം അൻവർ വാർത്താ സമ്മേളനം വിളിച്ചത്, ഈ തുടങ്ങിയ കാര്യങ്ങൾ, അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന്റെ ലൊക്കേഷൻ, ഇതെല്ലാം തന്നെ ഇപ്പോഴും പൂർണ്ണമായിട്ടും ലഭ്യമായിട്ടില്ല. വലിയ തോതിൽ തന്നെ അൻവർ വോട്ട് സമാഹരിക്കുമെന്ന് അൻവറിന്റെ ഒപ്പമുള്ളവർ കരുതുന്നുണ്ട്. അൻവർ നേടുന്ന വോട്ടുകൾ അത് LDF-നെയും UDF-ന്റെയും വിജയത്തെ തന്നെ സ്വാധീനിക്കുന്നുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അൻവർ 10,000-ന് മുകളിൽ വോട്ടുകൾ നേടിയാൽ ചിലപ്പോൾ നേരത്തെ UDF അവകാശപ്പെടുന്നത് അൻവർ നേടുന്ന വോട്ടുകളൊക്കെ UDF-നുള്ളതല്ല, LDF-ന്റേതാകുമെന്നാണ്. അതുകൊണ്ട് തന്നെ അൻവർ നേടുന്ന വോട്ടുകളുടെ കണക്ക് ഒരു 10,000-ന് മുകളിലൊക്കെ അൻവർ വോട്ട് നേടിക്കഴിഞ്ഞാൽ അത് LDF-നാണോ UDF-നാണോ ദോഷം ചെയ്യുക എന്ന് പറയാനാകില്ല. അതുകൊണ്ട് തന്നെ അൻവറിന്റെ പ്രചരണവും അത്തരത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ചില പോക്കറ്റുകൾ, കേന്ദ്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു അൻവറിന്റെ പ്രചരണം. അതായത് താൻ 9 വർഷക്കാലമായും MLA ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ബന്ധങ്ങൾ, അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, അതൊക്കെ തന്നെ അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. LDF-ൽ നിന്നും UDF-ൽ നിന്നും വോട്ട് ലഭിക്കുമെന്ന് അൻവർ പ്രതീക്ഷ വയ്ക്കുന്നത് മുൻപ് താൻ ഉണ്ടാക്കിയ ഈ ബന്ധങ്ങളൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തനിക്ക് ഉപകാരപ്പെടുമെന്ന പ്രതീക്ഷ വെച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് അൻവർ വലിയ തോതിൽ തന്നെ വോട്ട് സമാഹരിക്കുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ പ്രചരണത്തിൽ എല്ലാ മേഖലകളും കേന്ദ്രീകരിക്കാതെ ചിലയിടങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രചരണം, അതുപോലെ തന്നെ അൻവറിന്റെ അനിശ്ചിതത്വം നിറഞ്ഞ സ്വഭാവം, ഇതൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും അൻവർ ഉച്ചയ്ക്ക് മുമ്പ് മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കൊട്ടിക്കലാശത്തിന്റെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ കേവലം മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അൻവറിന് എന്ത് ബോംബാണ് പൊട്ടിക്കാനുള്ളത് എന്നതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്നാണെങ്കിലും സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് തന്നെ അൻവറിന്റെ പ്രചരണം അവസാന ലാപ്പിലും തുടരുകയാണ് എന്ന് നമുക്ക് പറയാം. CV അനുമോദും ഒപ്പം VV അരുണും ചേർന്നു. അരുൺ, ഇടത് ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ അതേത് തരത്തിൽ കൂടിയാണ്? പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ 3 ദിവസം മണ്ഡലത്തിൽ സ്റ്റേ ചെയ്ത് നടത്തിയ പ്രചാരണമുണ്ട് കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുമ്പോൾ. ഒപ്പം ഇന്ന് റോഡ് ഷോ എങ്ങനെയാണ് 3 സ്ഥാനാർത്ഥികളും അത് നിറപ്പാക്കിട്ടാകുന്നത്? PV അൻവർ റോഡ് ഷോയിലില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ഈ സമയത്ത് സ്ഥിരീകരിക്കാമോ?